കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകതകളുണ്ട്. അത് കേരളത്തിലിപ്പോൾ ഏറ്റവും അവസാനം, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. ഒരു എക്സാക്റ്റ് സെമി ഫൈനൽ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കണക്കുകൾ നിങ്ങൾക്കറിയാം. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അതാത് സീറ്റുകൾ അവർ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാടാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും ഒക്കെ അതാത് സീറ്റുകൾ തന്നെ അവർ നിലനിർത്തി. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലുമൊക്കെ നിലവിലിരുന്ന MLA മരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം, മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഭാര്യയും അതുപോലെ തന്നെ മകനുമാണ് മത്സരിച്ചത് എന്ന് പറയുന്ന കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ വലിയ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തന്നെ ഈ പറയുന്ന മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹതാപ തരംഗങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ പാലക്കാട് തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള ഒരു വിജയം കോൺഗ്രസിനുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചേലക്കരയിൽ നമുക്കറിയാം, അവിടെ ആ സീറ്റ് നിലനിർത്താനായിട്ട് യഥാർത്ഥത്തിൽ CPM-ന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അവരുടെ 39,000 വരുന്ന വോട്ടിൽ നിന്ന് അവർക്ക് ഏതാണ്ട് 12,000 ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടെ. പക്ഷേ സ്ഥാനാർത്ഥിയുടെ മാറ്റമുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ BJPക്ക് 9,000 വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുകയും 3,920 വോട്ടുകൾ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ പിടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ, അതായത് BJPയിലേക്ക് പോകാമായിരുന്ന 9,000 വോട്ടുകളും ഈ പറയുന്ന PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി NK സുധീർ പിടിച്ചിട്ടുള്ള 3,920 വോട്ടുകളുമൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ അത് UDFിലേക്ക് കിട്ടിയിരുന്നുവെങ്കിൽ വേണമെങ്കിൽ അവിടെ ജയിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അവിടെ പോലും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മളെ സാങ്കേതികമായി നോക്കിയാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേലക്കരയിൽ അതാത് സിറ്റിംഗ് MLA-മാരെല്ലാം അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ ഓരോരുത്തരും നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്കറിയാം, നിലമ്പൂരിൽ ഇപ്പോൾ PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. PV അൻവർ ഇടത് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വിജയം പോലുമല്ല, ഒരു മഹാവിജയം കോൺഗ്രസിന് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. കാരണം അതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇപ്പം നേരിടുന്നൊരു കീറാമുട്ടി എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്താണോ അവിടെ VS ജോയിയാണോ സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ആലോചനയിലാണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും അത്തരത്തിലുള്ള വിഷയമൊന്നുമില്ലായിരുന്നു. കോൺഗ്രസ് ചേലക്കരയിലെടുത്തിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യവുമൊക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരാൻ നിൽക്കുമ്പോഴാണ്. ആ യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഏതാണ്ട് 11 മണിയായപ്പോഴാണ് 16-ാം തീയതി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനം എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കുമെന്നുള്ളതാണ്. ആ സമിതിയെ രൂപീകരിക്കുമ്പോൾ അതിൽ K. സുധാകരൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ആ സമിതിയിലുണ്ടാവും. മൂന്നാമതായിട്ട് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉണ്ടാവും. നാലാമതായിട്ട് AP അനിൽകുമാർ ഉണ്ടാവും. പിന്നെ ആരെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തുമോ ഇല്ല എന്നറിയില്ല. പക്ഷേ ഇത്രയും ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമിതി, അവരെ ഏൽപ്പിക്കാൻ പോകുന്ന ചുമതല എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുക എന്നുള്ളതാണ്. കൂടാതെ തീർച്ചയായിട്ടും KC വേണുഗോപാലിൻ്റെ നിർദ്ദേശം കൂടി കിട്ടിയാൽ അവർക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി തയ്യാറാവുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 11 മണിക്ക് നിങ്ങൾ അറിയേണ്ടത്, ഇത് എക്സ്ക്ലൂസീവായി നമ്മുടെ പ്രേക്ഷകരോട് പറയാണ്. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സമിതിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്, കഴിഞ്ഞ തവണ നമുക്കറിയാം 2016 അവിടെ PV അൻവർ ജയിക്കുമ്പോൾ പോലും ചില പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം 2016 PV അൻവർ ജയിക്കുന്നത് 2,700 വോട്ടിനാണ്. ആ സമയത്ത് VV പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ 77,000-ഓളം വോട്ട് പിടിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു മുമ്പത്തേതിനേക്കാൾ 12,000-ഓളം വരുന്ന വോട്ടുകളിൽ അദ്ദേഹം വർധനവുണ്ടാക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും PV അൻവറിന് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഒരു 2,700 വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റുപോയത്, VV പ്രകാശ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അതിന് തൊട്ടു മുമ്പത്തെ ഇലക്ഷനിൽ, അതായത് 2016 BJPക്ക് അവിടെ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 12,284 കൃത്യമായി പറഞ്ഞാൽ 7.6% വോട്ടുകളാണ്.
പക്ഷേ 2021 വരുമ്പോൾ ബി ജെ പിക്ക് അവിടെ വോട്ടുകൾ കുറഞ്ഞു. 8895 വോട്ടുകളാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ കൃത്യം 5% വോട്ടുകളാണ് കിട്ടിയത്. അതായത് 2.6% കുറവ് 2016 അപേക്ഷിച്ച് ബി ജെ പിക്ക് ഉണ്ടായി. ആ വോട്ടുകൾ എല്ലാം തന്നെ ഈ പറയുന്ന PV അൻവറിലേക്ക് പോയി എന്നാണ് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ PV അൻവറിലേക്ക് പോയത് കൊണ്ട് കൂടിയാണ്, അതായത് ഹിന്ദു പ്രത്യേകിച്ചും ഈഴവ വോട്ടുകളൊക്കെ തന്നെ PV അൻവറിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോയത് കൊണ്ടാണ് PV അൻവറിനോട് ജയിക്കാൻ കഴിഞ്ഞത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ SDP-യുടെ ഒരു സ്ഥാനാർത്ഥി അത് 3000-ലധികം വോട്ടുകൾ പിടിച്ചു. ആ 3000-ലധികം SDP-ക്ക് അവിടെ 3000-ഓളം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ പിടിച്ചു. ആ വോട്ടുകൾ കൂടി ഒരുപക്ഷെ UDF-ന് കിട്ടിയിരുന്നെങ്കിൽ UDF-ന് ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയുമായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ 2700 വോട്ടിന് PV അൻവർ ജയിക്കുന്നത്. പക്ഷേ ഇത് നിലമ്പൂരിൽ മാത്രം സംഭവിച്ച എന്തെങ്കിലും കാര്യമല്ല. കാരണം 2016 BJPക്ക് കിട്ടിയത് 14.93%. അതായത് ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടിയ വോട്ട് ശതമാനം കിട്ടിയിട്ടുള്ളത് ആ സമയത്താണ്. ഏറ്റവും കൂടിയുള്ള വോട്ടും കിട്ടിയത് ആ സമയത്താണ്. കാരണം 30,20,000-ഓളം വരുന്ന വോട്ടുകളാണ് BJPക്ക് കേരളത്തിൽ മൊത്തമായി കിട്ടിയത്. പക്ഷേ 2016 ശേഷം 2021 വരുമ്പോൾ BJPയുടെ വോട്ടിൽ വലിയ കുറവുണ്ടാകുന്നു. അത് BJPക്കുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് 12.4% വോട്ടുകൾ കുറയുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2% മുകളിലേക്കുള്ള വോട്ടുകളുടെ കുറവ് BJPക്ക് ഉണ്ടാകുന്നു. 2.4%. ആ വോട്ടുകളുടെ കുറവുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ 26,100,000-ഓളം വരുന്ന വോട്ടുകൾ മാത്രമേ BJPക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4,19,000-ഓളം വരുന്ന വോട്ടുകളുടെ കുറവ് BJPക്ക് കേരളത്തിൽ മൊത്തമുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിലമ്പൂരിലും ബാധിച്ചു. അതിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകളൊക്കെ തന്നെ CPM-നാണ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. LDF-നാണ് കിട്ടിയത്. അത്തരത്തിൽ LDF ഇത്തവണയും നിലമ്പൂരിൽ വെള്ളാപ്പള്ളി നടേശനെ അടക്കം ഇറക്കിക്കൊണ്ട് നടത്തിയുള്ള ഒരു പ്രസ്താവന നമുക്കറിയാം. അവിടെ മുസ്ലിം വിരോധം വളർത്താൻ ശ്രമിച്ചത് നമുക്കറിയാം. അത്തരത്തിൽ മലപ്പുറം ജില്ലയെ തന്നെയും മുസ്ലിം ലീഗിനെ തന്നെയും അദ്ദേഹം കടന്നാക്രമിച്ചത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് അവിടെ നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ ഏതാണ്ട് ഈക്വലാണ്. 2011 കണക്കനുസരിച്ച് 45% ഹിന്ദുക്കളാണ് സെൻസസ് അനുസരിച്ച്. കാരണം 43% എന്തുള്ളൂ മുസ്ലിംസ് ഉള്ളൂ. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഈക്വലായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള വോട്ടുകളൊക്കെ തന്നെ ഈ പ്രത്യേകിച്ചും അവിടെയുള്ള ഈഴ വോട്ടുകളിൽ എത്രത്തോളം ഷിഫ്റ്റൻഡ് ആകും ഈ പറയുന്ന നിലമ്പൂരിലേക്ക് എന്നുള്ളത് അറിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി LDF-ലേക്ക് എന്നുള്ളത് അറിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിലമ്പൂരിലെ ഫലം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അവിടെ എന്തെങ്കിലും തെറ്റായ ഒരു തീരുമാനം എടുത്താൽ ആ കോൺഗ്രസിനെ യുണൈറ്റഡ് ആക്കി നിർത്താൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്നത് മഹാ അബദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഈ പ്രശ്നം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു കീറാമുട്ടി മുന്നിലേക്ക് എത്തുന്നത് കൊണ്ട് ഉറപ്പായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതി ഒരു പ്രത്യേക സമിതിയെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി AP അനിൽകുമാർ മുതൽ VD സതീശനും രമേശ് ചെന്നിത്തലയും K സുധാകരനും അടക്കമുള്ള ഒരു സമിതിയെ തീരുമാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ 2026 കേരളം എങ്ങനെ ആകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എങ്ങനെ വരും, ഏതൊക്കെ സമുദായങ്ങൾ ഏത് തരത്തിൽ വോട്ട് ചെയ്യും, എത്രത്തോളം വരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയ ഈഴ വോട്ടുകൾ CPM-നും LDF-നും ഒക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ചൂണ്ടുവലകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് വളരെ വളരെ നിർണായകമായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം. അവിടെ ചെറിയൊരു ജയം കൊണ്ട് പോലും കാര്യമില്ല. ഒരു മഹാവിജയം കോൺഗ്രസിന് സമ്മാനിച്ചാൽ അത് നൽകുന്ന ആത്മവിശ്വാസവും അത് ഘടകകക്ഷികളിൽ ഉണ്ടാക്കുന്ന ഉണർവും ഒക്കെ വളരെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയമായ അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാനവിടെ ഒരു 5-8 ദിവസം ഞാനുമായി ബന്ധപ്പെട്ട ഒരു ടീം കൃത്യമായി സർവേ നടത്തിയതാണ്. അതിനുശേഷം ഞാനൊരു 200-ലധികം വരുന്ന നേതാക്കന്മാരുമായി കണ്ട് സംസാരിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെയും ഘടകകക്ഷികളുടെയും എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരുമായി കണ്ട് സംസാരിച്ചതാണ്. അവിടെ 2 പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഏതാണ്ട് ഒരു പഞ്ചായത്തൊക്കെ ഒഴിച്ചു വെച്ചാൽ ഏതാണ്ട് 6 പഞ്ചായത്തുകളിലും തന്നെ വന്യമൃഗ ആക്രമണം വലിയ തോതിലുള്ള ഭീഷണിയായി നിൽക്കുകയാണ്. അത്തരത്തിൽ അവിടെ വലിയ തോതിൽ ബൈപ്പാസിൻ്റെ വികസനമില്ലായ്മ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ വലിയ തോതിൽ ഈ പറയുന്ന പോലെ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് അവിടുത്തെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു ചെറിയ വിജയം മാത്രമല്ല, ഒരു മഹാവിജയമാണ് കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സമിതി വരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത.